ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ആദ്യം തന്നെ ഓടിയെത്ത കോഴിക്കോടുള്ള പല ഹോട്ടലുകളായിരിക്കും. അതായത് പാരഗൺ, റഹ്മത്ത് ഹോട്ടൽ, സൽക്കാര, അങ്ങനെ ഒത്തിരി ഹോട്ടലുകളുണ്ട്. അവിടെ നിന്നൊക്കെ കഴിച്ചവരെ നാവിൽ കാണി ഇപ്പോഴും ആ ഒരു രുചി. അപ്പോൾ നമുക്ക് എപ്പോഴും അവിടെ പോയിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബിരിയാണി മസാല ആണ്. ഈ ഒരൊറ്റ കൂട്ട് മതി നമ്മൾ ഈ ഒരു ബിരിയാണിയിലേക്ക്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഫ്ലേവറിൽ തന്നെ നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് സ്പൈസസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് അളവ് ഞാനിതിൽ പറയുന്നുണ്ട് കേട്ടോ. 2 ടീസ്പൂണ് സാജീരകം എടുത്തിട്ടുണ്ട്, ഒരു 22 എണ്ണം ഗ്രാമ്പു, 2 ജാതിക്ക, ഈ ഒരു സൈസിലുള്ള ജാതിക്കയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു 4 തക്കോല എടുത്തിട്ടുണ്ട്. പിന്നെ പട്ട, ഈ ഒരു സൈസിലുള്ള പട്ട, ഒരു 4 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ജാതിപത്രി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേ അളവിൽ തന്നെ, ഗ്രാമ്പു എടുത്ത അതേ അളവിൽ തന്നെ ഒരു 22 ഏലക്ക, പിന്നെ വലിയ ജീരകം 1 ടീസ്പൂണ്. ഇങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിരിയാണി മസാല കറക്റ്റ് ഫ്ലേവറിൽ തന്നെ കിട്ടും. നമുക്ക് ഒട്ടും തന്നെ കൂടുതൽ കുറവൊന്നുമില്ലാതെ, ഒരു കുത്തലൊന്നുമില്ലാതെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പം ഞാൻ ഇത് കുറച്ചായിട്ടാണ് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് കട്ടിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് പട്ട, ജാതിക്ക, തക്കോല, ഇത് 3ഉം ഇട്ടിട്ട് നമുക്ക് ആദ്യം ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മളിത് ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതൊന്ന് ചൂടാക്കിയെടുക്കാൻ. അത് പലർക്കും അറിയായിരിക്കും, എന്നാൽ പോലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിയിടാം. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക, ഗ്രാമ്പു, ജാതിപത്രി, ഇത് 3ഉം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 3 ഐറ്റം പെട്ടെന്ന് തന്നെ ചൂടാക്കി കിട്ടും. നമുക്ക് 1 മിനിറ്റോളം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് സാജീരകം, ജീരകം, അതുപോലെ തന്നെ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചൂടാക്കാം. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും. ഇതൊക്കെ 1 മിനിറ്റോളം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊക്കെ അങ്ങ് എടുക്കാം. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ചൂടാറണം, എന്നിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ജാതിക്ക ഒന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പം ജാതിക്ക ഇങ്ങനെയാണല്ലോ, പലർക്കും അറിയാം, ഇത് പൊട്ടിച്ചിട്ടാണല്ലോ എടുക്കുക. അപ്പോൾ ചെറുതായിട്ട് ഒന്നങ്ങ് നമ്മളൊന്ന് തട്ടിക്കൊടുത്താൽ മതി ഇതുപോലെ. എന്നിട്ട് നമുക്കത് പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുക്കുക. പിന്നെ അതേപോലെ തന്നെ പട്ട നമ്മളൊന്ന് കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കണം. എന്നാലും നമുക്കതൊക്കെ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ നോക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളി ബിരിയാണി മസാല കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലൊരു ബോട്ടിലാക്കിയിട്ട് വെക്കാം. നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിൽ തന്നെ ആക്കി വെക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ബിരിയാണി മസാലയാണ്. നമ്മളെ ബിരിയാണിയൊക്കെ അടിപൊളിയാവാൻ ഈ ഒരു ബിരിയാണി മസാല മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് നമുക്കിനി നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.